പ്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ബൈബിൾ ക്രൗൺ 26 മെഗാ ബൈബിൾ ക്വിസിലേക്ക് നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യും. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. മാറാത്തവൻ യേശു, മാറാത്തവൻ, മറക്കാത്തവൻ, അവൻ മതിയായവൻ, മാറയാകുമീ ലോകയാത്രയെ മധുരമാക്കി അനുദിനം നടത്തിടുന്നവൻ, മാറയാകുമീ ലോകയാത്രയെ മധുരമാക്കി അനുദിനം നടത്തിടുന്നവൻ. സ്നേഹിയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവും ദൈവമേ, അടിയങ്ങൾക്ക് അവിടെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന വലിയ സന്ദർഭത്തിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ മെഗാ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് പങ്കെടുക്കുവാൻ കടന്നു വന്നിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയിൽ അവരെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നായകൻ നടത്തിപ്പുകാരനുമായി ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവെ അങ്ങയുടെ നാമം ഉയർത്തപ്പെടുവാനും മഹത്വീകരിക്കപ്പെടുവാൻ തക്കവണ്ണം എളിയ ശുശ്രൂഷയെ മുഖാന്തരമാക്കി തീർക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി കർത്താവ് ലോകത്തിലെ നാനാരാജ്യങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും സഹായിക്കുകയും സഹകരിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആളെന്നൂരിക്ക് നല്ലൊരു അനുഗ്രഹം അവരുടെ മടിയിൽ നീ നൽകിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കരുതുന്ന കർത്താവേ, അടിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. അങ്ങയെ കൊണ്ട് ഈ മഹത്വമുള്ള സൃഷ്ടി നയിപ്പാൻ ശക്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്യണമെന്ന് യേശുവിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ. ഒരിക്കൽ കൂടെ നിങ്ങളെ എല്ലാവരെയും കർത്തൃനാമത്തിൽ ഈ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് നമ്മുടെ ജഡ്ജസിനെ പരിചയപ്പെടുത്തുകയാണ്. മിസസ് രാജി വർഗീസ് എൻ്റെ പ്രിയ പത്നിയാണ്. ഈ ശുശ്രൂഷ എൻ്റെ കൂട്ടുവേലക്കാരിയായിട്ട് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ വിമൻസ് വിങ്ങിൻ്റെ ചുമതല കൂടി രാജി വഹിക്കുന്നു. ഓൾറൈറ്റ്, രാജിയെ ഈ എപ്പിസോഡിലേക്ക് കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് മിസസ് സാലി ആണ്. ഏതാണ്ട് 3 പതിറ്റാണ്ടുകളും ഇവിടെ എന്നോടൊപ്പം ഈ ശുശ്രൂഷ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ കുവൈറ്റിലായിരുന്നു, ഇപ്പം കോട്ടയത്ത് സെറ്റിൽഡാണ്. ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൽ ജഡ്ജിയായിട്ട് കടന്നു വരുവാൻ തക്കവണ്ണം സാലി കടന്നു വന്നിരിക്കുന്നു. സാലിയെ കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നിങ്ങൾ ഓരോരുത്തരുമാണ്. പ്രേക്ഷകരെ നിങ്ങൾ തന്നെ പരിചയപ്പെടുത്തണം. ഓൾറൈറ്റ്, നമ്മൾ വരുന്ന സ്ഥലം, നമ്മുടെ കുടുംബം, നമ്മുടെ സഭ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുക. കാരണം ഇത് ലോകത്തെമ്പാടും അനേക കാര്യങ്ങൾ കാണുന്ന ഒരു ഷോ ആണ്. പരിചയപ്പെടുത്തുക. യെസ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പേര് ഷൈല ജോണി. ഞാൻ വരുന്നത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ വിഴവൂർ എന്ന സ്ഥലത്ത് നിന്നാണ്. ഞാൻ വിഴവൂർ CSI സഭാംഗമാണ്. വേർഡ് ടു വേൾഡ് ടെലിവിഷൻ്റെ എന്നും രാവിലെ 7 മണിക്കുള്ള ക്വിസ് കോമ്പറ്റീഷനിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ബൈബിൾ ക്വിസിനെ കുറിച്ച് അറിയുന്നതും. എനിക്ക് ഇവിടെ നിന്ന് വിളിച്ചു, എനിക്ക് പങ്കെടുക്കുവാനുള്ള അവസരം ചോദിച്ചു. പങ്കെടുക്കുവാനായിട്ട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാനിവിടെ വരുന്നത്. നന്നായിട്ട് എനിക്ക് ബൈബിൾ ക്വിസൊക്കെ നല്ല ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ വന്നത്. നന്നായിട്ട് പെർഫോം ചെയ്യാൻ ദൈവം സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ എവിടെയും പ്രാർത്ഥനയെ ഞാൻ അതിനായിട്ട് അഭ്യർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു റിട്ടയർഡ് എൻജിനീയറാണ്. KCBയിൽ നിന്ന് റിട്ടയർ ചെയ്തു. സഭയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നു. ചെറുപ്പം മുതൽ തന്നെ സൺഡേ സ്കൂളിലും മറ്റു കാര്യങ്ങളിലെല്ലാം പങ്കെടുക്കുവാൻ ദൈവം കൃപ തന്നു. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും, സുവിശേഷ പ്രവർത്തനങ്ങളിൽ നേരിട്ടല്ലെങ്കിലും അല്ലാതെയും ഞാൻ എൻ്റെ ഭാഗവാക്ക് നിർവഹിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് റിട്ടയർഡ് KSRTC ആണ്. 2 ആൺമക്കളാണ്, ജോയൽ S ജോണിയും ജുവൽ S ജോണിയും. ജോയൽ S ജോണി കുടുംബമായി ബിടെക് കഴിഞ്ഞിട്ട് ഒരു പ്രൈവറ്റിലായിട്ട് അവൻ വർക്ക് ചെയ്യുന്നു. ഇളയാള് BDS പഠിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ആസാഫ് ക്രിസ്തുദാസ്. ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയ്ക്കടുത്തുള്ള നെടുമങ്ങാടിൽ നിന്നാണ്. ഞാൻ ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞത് എൻ്റെ ചർച്ചിൽ നിന്നുള്ള ഒരു ആൻറ്റി പറഞ്ഞിട്ടാണ്. ഞാൻ ബൈബിൾ പഠിക്കുകയും വായിക്കുവാനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഈ പ്രോഗ്രാമിന് പങ്കെടുക്കുവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എൻ്റെ സഭ ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇൻ ഇന്ത്യ കുര്യാത്തിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എനിക്കിവിടെ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെയാണ് വന്നത്. ഞാനിവിടെ ഒരു പാർട്ടിസിപ്പൻ്റായി നിൽക്കുകയാണ്. എനിക്ക് വിജയിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എവിടെയാണ് പഠിക്കുന്നത്? ഞാൻ പഠിക്കുന്നത് MGM പൊന്മുടി വാലി പബ്ലിക് സ്കൂൾ.
എത്ര സ്റ്റാൻഡേർഡ്? ഇനി 8ാം ക്ലാസ്സിലോട്ട്. ഇദ്ദേഹമാണ് നമ്മുടെ ബേബി ഓഫ് ദ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷൻ. യങ്ങസ്റ്റ് വൺ ഗോയിങ് ടു ബി 14, റൈറ്റ്? ഏറ്റവും പ്രായം കൂടിയത് 22 വയസ്സുള്ള അത് റെബേക്ക ജോണാണ്. അത് കഴിഞ്ഞ് ഏറ്റവും കുറഞ്ഞ പ്രായമുള്ളത് പ്രിയപ്പെട്ട ആസഫാണ്. ഓൾ ദ ബെസ്റ്റ് മാൻ. താങ്ക് യു. യെസ് ബില്ല. എൻ്റെ പേര് ബിൽഹ മരിയ ജെയിംസ്. ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഞാൻ സെൻറ്റ് തോമസ് മലങ്കര കാത്തലിക് ചർച്ച് ഇടവക അംഗമാണ്. ഞാൻ ഇത് വേൾഡ് ടു വേൾഡ് ടെലിവിഷനെ കുറിച്ച് കേട്ടറിഞ്ഞത് അമ്മച്ചി എപ്പോഴും വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ കാണാറുണ്ട്. അങ്ങനെയാണ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നത്. ഇവിടെ എന്നെ വിളിച്ചതിനും എല്ലാത്തിനും ഒരുപാട് നന്ദി. ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവാണ്. എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഗ്രാൻഡ് മദർ, എൻ്റെ പപ്പ, അമ്മ, പിന്നെ അനിയത്തി, ഇതാണ് എൻ്റെ ഫാമിലി. ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഞാൻ സെൻറ്റ് ട്രീസസ് കോളേജിൽ 2nd ഇയർ പഠിക്കുന്നു. ഞാൻ സെൻറ്റ് തോമസ് മലങ്കര കാത്തലിക് ചർച്ച് എറണാകുളത്തു നിന്നാണ് എൻ്റെ ചർച്ച്. വിത്ത് ഗോഡ്സ് ഗ്രേസ് ആണ് ഞാനിവിടെ നിൽക്കുന്നത്. ഐ താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. താങ്ക് യു. Have you ever participated in such competitions before? ഇവിടെ തന്നെ ഒരു കോൾ ആൻഡ് ക്വസ്റ്റ്യനിങ് അങ്ങനത്തെ ഒരു സെഷനിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ചർച്ചിലെ ഒക്കെ ഉള്ള യെസ്. ഞങ്ങൾ കാറ്റഗിസം ഭയങ്കര ആയിട്ട് ഫോളോ ചെയ്യുന്നവരാണ്. All the best. താങ്ക് യു സോ മച്ച്. You are one of our youngest participants. All right? God താങ്ക് bless യു. you. താങ്ക് യു. Yes, ഗോഡ് ബ്ലെസ് യു ടു. Mr. Sunny, tell me. എൻ്റെ പേര് സണ്ണി അബ്രഹാം. ഞാൻ ബാംഗ്ലൂരിൽ നിന്നുള്ളതാണ്. വളരെ അപ്രതീക്ഷിതമായി ബൈബിൾ ക്രൗൺ 2026 ഒരവസരം എനിക്കും മത്സരാർത്ഥിയാകുവാനായിട്ട് ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ യാദൃച്ഛികമായി കിട്ടിയൊരവസരമാണ്. വാസ്തവത്തിൽ ഇങ്ങനെയൊരു മത്സരം അത് അതിൻ്റേതായ തീവ്രതയിൽ മനസ്സിലാക്കുമ്പോൾ വളരെ വചനം പഠിക്കുവാനും വചനത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഒക്കെയുള്ളൊരു നല്ല വേദിയായി എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി. അങ്ങനെ ഇതിലൊരു മത്സരാർത്ഥിയാകുവാൻ തക്കവണ്ണം ദൈവം എന്നെയും ബലപ്പെടുത്തിയ എല്ലാ കൃപകൾക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ സെയിൻറ്റ് ജോസഫ് ഓർത്തഡോക്സ് ചർച്ച് ഹൊരമാവ് ബാംഗ്ലൂർ അവിടുത്തെ അംഗമാണ്. ഇപ്പോൾ വേർഡ് ടു വേർഡ് മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. Thank you. Thank you, Sunny. അടുത്തതായിട്ട് I have to introduce the rounds to you. This is the first stage of this Bible quiz competition. It's the first stage. And it is known as Moses stage. ആദ്യത്തെ സ്റ്റേജാണ് മോശസ് സ്റ്റേജ്. It consists of 4 rounds. 4 റൗണ്ടാണ്. First round is Old Testament round, പഴയ നിയമ round. Second round is New Testament round. Third is a testimony round. So testimony round, you give your testimony about Jesus, your experiences, what you work for Jesus, what have you done for Jesus, what you intend to do for Jesus, right? It's a testimony round, you know about it. And finally we have a rapid reading round. That means when we give you a Bible portion, take and read it. Whoever reads first will get the marks. All right? ഇതാണ് ഇതിൻ്റേതായിട്ടൊരു ഘടന എന്ന് പറയുന്നത്. The right answer will fetch 5 marks. ശരിയായ 5 മാർക്ക്. In case you go wrong, -2 marks. തെറ്റായിട്ട് ഉത്തരം നൽകുന്നതെങ്കിൽ അതിന് -2 marks ആണ്. ഉത്തരവൊന്നും പറഞ്ഞില്ലെങ്കിൽ no point. You can just pass and then there won't be any reduction of marks or addition of marks. Right? So that exactly is the structure of this competition. The first and second prize from the Moses stage will go to the Joshua stage, which is the second stage. ഇതിൽ ഫസ്റ്റും സെക്കൻഡ് ലഭിക്കുന്നവരാണ് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്, ജോഷുവ സ്റ്റേജിലേക്ക്. സോ ദാറ്റ് എക്സാക്ട്ലി ഈസ് ദ സിറ്റുവേഷൻ. എനി ക്വസ്റ്റ്യൻസ്? മിസ്റ്റർ ആസഫ്, യു ആർ ഓൾറൈറ്റ്? ഹൗ അബൌട്ട് വില്ല? ഗുഡ്. യു ആർ റെഡി ഫോർ ദ ചാലഞ്ച്. സണ്ണി, ഓൾ ദ വേ ഫ്രം ബാംഗ്ലൂർ. വെൽ, ഇറ്റ്സ് എ പ്രസന്റ് സർപ്രൈസ്. ശൈലജ ജോണി പറയുന്നു എല്ലാം ശരിയായല്ലോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമോ? So we'll go for the first question with Shaila Joni. റാഹേൽ ബെനോനി എന്ന് പേരിട്ട തന്റെ മകന് യാക്കോബ് എന്ത് പേരാണ് ഇട്ടത്? ബെന്യാമീൻ. Yes, the very right answer. Shaila Joni gets 5 marks. ബെനോനി എന്ന പേരിന് യാക്കോബ് നൽകിയ പേരാണ് ബെന്യാമീൻ. Right. It's clear to you? Right. Next question is to Mr. Asaf. Shall I tell you, Master Asaf? Right, Asaf.
മോശയും അഹറോനും ഫറവോനോട് സംസാരിച്ചപ്പോൾ അവരുടെ പ്രായം എന്തായിരുന്നു? വാട്ട് വാസ് ദ ഏജസ് ഓഫ് മോസസ് ആൻഡ് അഹറോൻ വെൻ they spoke to Pharaoh? മോശയ്ക്ക് 80 വയസ്സ്, അഹരോൻ 83 വയസ്സ്. Excellent. Yeah. So he gets 5 marks. Asaf gets 5 marks straight away. Right. Next is Bilha. Right. സ്വപ്നം കണ്ടതായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ വ്യക്തി. Who is the first person who is having a recorded history of vision from Almighty God? The first person. Jacob. No. It's not Jacob. So minus 2 marks for Bilha. And Sunny, do you know who is the first person? Pass is the first person. So that's fine. Shaila Jonik അറിയാമോ ആരാണ് ആദ്യമേ സ്വപ്നം കണ്ടത് ബൈബിളിൽ? അബീമേലക്. Abimelech. 4 മാർക്ക് ഷൈല ജോണിക്ക്. It's Abimelech. It was a king, of Gerar. You see, he took away Abraham's wife, and before he could do anything to her, God gave him a vision. So don't touch. He's a prophet. God, for the first time in the Bible, he declares Abraham is a prophet. So don't touch, and ask Abraham to pray. And Abraham prayed for his wife and all his other women there who were informed, and they were all sick. They were healed and they all got children. That's history. All right? Don't forget that. So that's fine. So Shaila Johnny gets 4 marks. Okay? The fourth question goes to Sunny. All right. ഇസ്ഹാക്കിന്റെ ആയുഷ്കാലം എത്ര വർഷമായിരുന്നു? What was the age of Isaac? Better pass. Passed. Okay, passed. Yes, Shaila? Pass on. Asaf, do you know anything about the age of Isaac? No, I don't know. I don't ask me. Just have to say what it is. Take the microphone. If you know about it, Dick. If you're very sure. Otherwise, you lose. Pass. Yes, Bila? 175. Oh, you reduced 5 more years. It is 180 actually. You took away 5 years. So minus 2 marks for Bila. So, which means you are getting minus 2. Actually, his age was 180 years. He lived for 180 years. You can read that in Genesis chapter 35 and 28. All right? So that brings us to the close of Old Testament round. Now we go to the New Testament round. Start with Mr. Sunny. Right? All are ready? Yes, Mr. Asaf, ready? Don't be distracted. You have to listen. I won't repeat the question. Okay? Right. തന്റെ വീട്ടിൽ യേശുവിന് വലിയ വിരുന്നൊരുക്കിയ ചുങ്കക്കാരൻ ആരാണ്? Sakai. Minus 2 marks for Sunny. It is not Sakai. He was a chungakaran also. He was a tax collector, but it's somebody else. Okay. Bilha, do you know who it is? Shimeon. Minus 2 marks for Bilha. Asaf. Pass. Shaila. ലേവി. Exactly. Levi was the person. There are 2 tax collectors mentioned. Levi was caught from the marketplace, you see, and he made a big, Jesus called him, and he came, and Zacchaeus was there, but he's not a person. So Jesus went to the house of Levi, get a big dinner. All right? We'll not forget it again. All right? Levi was a person. Okay? About Shaila Johnike, 4 marks. Very good. Second question is to Bilha. Right? ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നുവെന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടി എന്ത്? You want me to translate in English? Jesus is asking his disciples, what do people say about me, who I am? There's not one answer. No, it's not one answer. There are several answers maybe. ഏഷ്യ എന്ന് ചിലവർ പറയുന്നു. സ്നാപക യോഹന്നാൻ, John the Baptist. Yeah, one part is correct. Elia and No, John take the it. Baptist. Yes, correct. 2 answers are correct. Yet one more. So you get 3 marks. Bilha gets 3 marks. There's one more. That's actually ചിലർ പ്രവാചകന്മാരിൽ ഇരമ്യാവോ പ്രവാചകന്മാരുണ്ടോ? Jeremiah or one of the prophets. Okay? But the first 2 parts is correct. John the Baptist and
Elijah. All right? So that's it. You get 3 marks for that. And next is Asaf. മനുഷ്യരെ കാണിക്കുവാൻ ഉപവസിക്കുമ്പോൾ കപടഭക്തിക്കാരുടെ എന്ത് ചെയ്യരുതാണ് കർത്താവ് അരുളി ചെയ്യുന്നത്? When people start fasting, Jesus says, don't do such a face. They will put up a different attacks. So what does Jesus say they should not do? അവരെ പോലെ ജൽപ്പനം ചെയ്യരുത്. ജൽപ്പനം മാത്രമല്ല പോലെ വീതികളിലും നിരത്തിൽ നിന്ന് പ്രാർത്ഥിക്കരുത്. അല്ല മോനെ, അത് അല്ല, ഫാസ്റ്റ് ചെയ്തവരെ കുറിച്ച് അവിടെ പറയുന്നു. പറഞ്ഞത് പൊതുവായിട്ട്. ബട്ട് ഈ പീപ്പിൾ ഹു ആർ ഫാസ്റ്റിംഗ്, ദ ക്വസ്റ്റ്യൻ ഈസ് ഫോർ the people who fast, what they should not show. Anyway, pass now, -2 marks for Asaf. And Shaila Johnny. മുഖം വിരൂപമാക്കരുത്. മുഖം വിരൂപമാക്കരുത് വളരെ ശരിയായ ആൻസർ ആണ്. Shaila Johnny gets 4 marks. It's specifically for people who fast. Right. And the last question now to Shaila Johnny. ദേവാലയത്തിൽ വെച്ച ഉണ്ണി യേശുവിനെ കണ്ട ഹന്ന എന്ന പ്രവാചികയുടെ പ്രായം എന്തായിരുന്നു? 80. എത്ര? 80. എത്ര? 80. 80 ആണോ? ഉറപ്പിച്ചോ? പറഞ്ഞാട്ടെ. 80 ആണെങ്കിൽ സ്വല്പം തെറ്റുപറ്റി. -2 marks for Shaila Johnny. Next is Mr. Sunny Abraham. Better pass. Pass. Yes, Bila, do you understand the question? Yeah, I understand, but I'll pass. You are passing it, right? Asafin അറിയാമോ? എന്താ? Oh, that is too much. 87. She must have died by that time. 83, 82, 81. Only one answer in a quiz competition. Make it show what you want to say. Pass on. But anyway, passing cannot pass. You answered it, so you get -2 marks. Right? 84. So, you said how much? 83. 80 പറഞ്ഞല്ലേ? 88 അത്. 80. അപ്പോൾ 4 വയസ്സ് കുറച്ച് കളഞ്ഞു. അത് ലൂക്കോസിന്റെ സുവിശേഷം 2:27 കാണാൻ കഴിയും. She was 84 years old. She was a widow. All right? You can read that in Luke chapter 2, verse 27. That brings us to the close of New Testament round. മ്യൂസിയം ഓഫ് ദി വേൾഡ് ഇന്റർനാഷണൽ തീം പാർക്ക് അനുഗ്രഹ നിറവിൻ്റെയും ആത്മസന്തോഷത്തിൻ്റെയും നിമിഷങ്ങൾ പ്രദാനം ചെയ്യുന്നു. മ്യൂസിയം ഓഫ് ദി വേൾഡ് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായി കാണേണ്ട, സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് തിരുവനന്തപുരം വെമ്പായത്തുള്ള ഇന്റർനാഷണൽ ബൈബിൾ തീം പാർക്ക് എന്ന സ്ഥാപനം. ഒരു വലിയ സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പരിണതഫലമാണ് ഈ സ്ഥാപനം. പഴയ നിയമ, പുതിയ നിയമ വിശ്വാസങ്ങളുടെയും ചരിത്രങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ഒരു സംരക്ഷണ, ഒരു സമ്പാദന മേഖലയാണ് ഈ സ്ഥാനം. ചരിത്രവും പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും വേദശാസ്ത്രവും ഒക്കെ പഠിക്കുവാൻ ഉള്ള ഒരു കേന്ദ്രമാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ സ്ഥലം സന്ദർശിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് മ്യൂസിയം ഓഫ് ദി വേൾഡ് ഇന്റർനാഷണൽ തീം പാർക്ക്, പെരിങ്കൂർ, വെമ്പായം, തിരുവനന്തപുരം, കേരള, ഇന്ത്യ. ഫോൺ 0472-283-4848, 0472-283-4949. മൊബൈൽ 9495-828-444, 9495-998-555. നെക്സ്റ്റ് ഈസ് ടെസ്റ്റിമണി റൗണ്ട്. നിങ്ങളുടെ ടെസ്റ്റിമണി വരാനുള്ള സമയമാണ്. You can share your experience about Jesus Christ and how you work for Jesus Christ. What are your hopes to work for Him? All that you can explain. ആദ്യമേ ഷൈല ജോണിയാണ്.
ഇവിടെ ആയിരിക്കുന്ന പ്രിയ സാർ, ബഹുമാനമുള്ള സാറ്, മറ്റുള്ള എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കിഡ്സ് കോമ്പറ്റീഷൻ, വോൾട്ട് മിഷൻ്റെ മിനിസ്ട്രീസിൻ്റെ പ്രോഗ്രാംസൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പം കിഡ്സ് കോമ്പറ്റീഷനൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. ഡെയിലി ബൈബിൾ ക്രൗഡിന് ഞാൻ പങ്കെടുക്കുവാനായിട്ട് ദൈവം എനിക്ക് ഇടയാക്കിയിട്ടുണ്ട് പല പ്രാവശ്യവും. അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് അറിവ് കിട്ടിയത്, ഇവിടെ വരുവാൻ ദൈവം ഇടയാക്കിയത്. ബൈബിളിനെ കുറിച്ച് പഠിക്കുവാനുള്ള താല്പര്യവും എൻ്റെ ക്വിസ് കോമ്പറ്റീഷൻ പങ്കെടുക്കുവാനുള്ള ഒരു ആഗ്രഹവും കൊണ്ടാണ് ഞാനിവിടെ വന്നത്. ഞാനൊരു പാരമ്പര്യ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയൊന്നുമല്ല. എൻ്റെ പിതാവ് ക്രിസ്ത്യാനിയായിരുന്നു. എൻ്റെ മാതാവ് ഹൈന്ദവ പാരമ്പര്യത്തിൽ നിന്ന് വന്നൊരു വ്യക്തിയായിരുന്നു. ഞാൻ 5 വയസ്സ് മുതലാണ് സൺഡേ സ്കൂളിൽ പോകുവാൻ ആരംഭിച്ചത്. ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള CSI സഭയിലും അതുപോലെ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിലും ഞാൻ സൺഡേ സ്കൂളിനായിട്ട് കടന്നു പോകുമായിരുന്നു. എൻ്റെ പിതാവ് എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. മരണഭീതികളൊക്കെ എൻ്റെ ജീവിതത്തിൽ നേരിട്ട സമയങ്ങൾ, ഞാൻ മരിക്കണമെന്നുള്ള ചിന്തകളൊക്കെ വന്നൊരു സാഹചര്യത്തിലാണ് അതിൽ നിന്ന് കർത്താവ് എനിക്ക് മോചനം നൽകുകയും രക്ഷയെ എനിക്ക് ദാനമായി നൽകുകയും ചെയ്തു. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എത്ര സ്തുതിച്ചാലും മതിവരാത്ത കൃപകൾ, കരുണകൾ ഈ ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ നിമിഷം വരെയും കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദാനമല്ലാതെ ഒന്നും പറയുവാനില്ല. ഞാൻ തന്നെയും കർത്താവിൻ്റെ ദാനമാണ്. സൺഡേ സ്കൂളിൽ പങ്കെടുക്കുവാനും വചനം വായിക്കുവാനും ഒക്കെ എനിക്ക് ഇടയായിത്തീർന്നു. വചനം പഠിക്കുവാൻ ഇടയായിത്തീർന്നു. ആ വചനം പഠിച്ചുകൊണ്ട് ജീവനുള്ള വചനം, ആ വചനം പ്രവർത്തിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഉടനീളം കാണുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളുടെ നിമിഷങ്ങളിലെല്ലാം മരണത്തിൻ്റെ നിഴൽ താഴ്വരകളിലൊക്കെയും ദൈവത്തിൻ്റെ കൃപയും കരുണയും എന്നോടൊപ്പം ഉണ്ടായിരുന്നതായിട്ട് മനസ്സിലാക്കുവാനും, നമ്മൾ വായിച്ചു വിടുന്ന വചനങ്ങൾ 23-ാം സങ്കീർത്തനം പോലും ജീവൻ വയ്ക്കുന്നതെല്ലാം ഞാൻ കാണുവാൻ ദൈവം എനിക്കിടയാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകരെയും എന്നെ നടത്തിയ ദൈവദാസന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെയാണ്. എന്നെ വിശ്വാസത്തിലേക്ക് ഉയർത്തി അവരെല്ലാം നന്ദിയോടെ ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുകയും അവർക്ക് ദൈവനാമത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. എനിക്ക് ആവശ്യമായിരിക്കുന്ന വിദ്യാഭ്യാസമെല്ലാം എൻ്റെ മാതാപിതാക്കൾ, പ്രത്യേകാലം എൻ്റെ അമ്മ വളരെയേറെ എനിക്ക് വേണ്ടി അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. ഞാൻ വിചാരിക്കാത്ത വിദ്യാഭ്യാസമൊക്കെ എനിക്ക് ലഭിച്ചു. ഡിഗ്രി പഠിക്കുവാനും തുടർന്ന് സിവിൽ എഞ്ചിനീയറൊക്കെ പഠിക്കുവാനും എല്ലാം ദൈവം കൃപ തന്നു. എൻ്റെ ചെറിയ നാൾ മുതലുള്ള ആഗ്രഹം സുവിശേഷ വേലയിൽ എന്തെങ്കിലും പ്രവർത്തനം, സുവിശേഷ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യണം, അതൊരു ജോലി വാങ്ങിച്ചിട്ട് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ ദൈവസന്നിധിയിൽ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ് അതിനിടയിൽ ജോലി കിട്ടുന്നതിന് ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നിർമ്മിതി കേന്ദ്രത്തിൽ എനിക്കൊരു ഓണറേറിയം ലഭിക്കത്തക്ക രീതിയിലൊരു ജോലി ലഭിക്കുന്നതിനിടയായി. തുടർന്ന് ഞാൻ PSC ടെസ്റ്റുകളൊക്കെ എഴുതി കേരള വാട്ടർ അതോറിറ്റിയിൽ ജോലി നോക്കി 3 വർഷം. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ എനിക്ക് ജോലി ലഭിച്ചു. 23 വർഷം ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്തു. പല സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്യേണ്ടി വന്നു. അവിടെയെല്ലാം ദൈവത്തിൻ്റെ കൃപ കൂടെയിരുന്നു. എന്നാൽ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഭാഗികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ എന്നിൽ നിന്ന് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ഞാനൊരു സൺഡേ സ്കൂൾ ടീച്ചറാണ്, സഭയിൽ കൊയർ മെമ്പറാണ്, വിമൻസ് ഫെലോഷിപ്പിൻ്റെ ഒക്കെ കമ്മിറ്റിയിലും അതുപോലെ അതിൻ്റെ പ്രവർത്തനങ്ങളിലും ഒക്കെ ഉണ്ട്. ഏത് അവസരം കിട്ടിയാലും ആ അവസരങ്ങളെല്ലാം ഞാൻ ദൈവനാമത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കാറുണ്ട്. അതിന് ദൈവം കൃപ തരാറുണ്ട്. അതുപോലെ തന്നെ സൺഡേ സ്കൂളും വെക്കേഷൻ ബൈബിൾ സ്കൂളും ഒക്കെയാണ് ഞാൻ ഏറ്റവും കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ട് മുതലേ വെക്കേഷൻ ബൈബിൾ സ്കൂളിൻ്റെ ട്രെയിനറായിട്ട് കടന്നു പോവുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഈ പ്രാവശ്യവും അത് ചെയ്യുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. ദൈവനാമത്തെ നന്ദിയോടെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു ക്രിസ്തീയ കുടുംബത്തിലേക്ക് കുടുംബ ബന്ധത്തിൽ ഏർപ്പെടുന്നതിനും എനിക്ക് ദൈവം ഇടയാക്കി തീർത്തു. പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയും 7 സഹോദരങ്ങൾ, ഞാൻ ഒറ്റയാണ്, അവിടെ 7 സഹോദരങ്ങളുണ്ട്. അവരുടെയൊക്കെ നടുവിലായിരുന്ന ആത്മീകമായി വളരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം തന്നു. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഹസ്ബൻഡിനെയും ദൈവം തന്നു. 2 കുഞ്ഞുങ്ങളെ തന്നു. ആ കുഞ്ഞുങ്ങളെയും ദൈവം അത്ഭുതകരമായി നടത്തി. അവന് മൂത്തയാൾ പഠിത്തമെല്ലാം കഴിഞ്ഞ് പ്രൈവറ്റായിട്ട് വർക്ക് ചെയ്യുന്നു. PSC റാങ്ക് ലിസ്റ്റിലൊക്കെ പേരുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അവന് തക്ക സമയത്ത് അത് നൽകുമെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. അവന് അടുത്ത ദിവസം നാൾ തന്നെ ഫാമിലി ആകുവാൻ ദൈവം കൃപ കൊടുത്തു. അതുപോലെ ഇളയാൾ BDS പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ ജീവിതത്തിലുള്ളൊരു അനുഭവം ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രസവിച്ച് അവന് 3.5 മാസമുള്ളപ്പോൾ, ഇപ്പോൾ അവന് 25 വയസ്സുണ്ട്, 3.5 മാസമുള്ളപ്പോൾ മെനിഞ്ചൈറ്റിസ് രോഗം ബാധിച്ചു. മെനിഞ്ചൈറ്റിസ് ആണെന്ന് അറിയത്തില്ലായിരുന്നു. ഫിറ്റ്സ് വന്ന് ഞങ്ങൾ ഹോമിയോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഫിറ്റ്സ് വന്നപ്പോൾ പനി നിൽക്കാത്തത് കൊണ്ട്
അതിനുള്ള മരുന്ന് കൊടുത്തിട്ട് മെഡിക്കൽ കോളേജ് SIT കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് നട്ടിലൂത്തി പരിശോധിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ മെനിഞ്ചൈറ്റിസ് ആണെന്ന് അറിഞ്ഞു. പ്രതീക്ഷ വേണ്ടാന്ന് പറഞ്ഞ് ICUലാക്കി. പക്ഷേ എനിക്കിതിൻ്റെ ഗൗരവം ഒന്നും അന്ന് അറിയത്തില്ലായിരുന്നു. എൻ്റെ കൈ ഞാൻ ബൈബിള് എൻ്റെ കൈ ബെഡിൽ ഞാൻ ബൈബിൾ വെച്ചേക്കും, ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും. ICUവിൽ തന്നെ മോനെ അഡ്മിറ്റ് ചെയ്തു. കറക്റ്റ് സമയത്തിന് അവന് ട്രീറ്റ്മെൻ്റ് എല്ലാം കിട്ടി. പക്ഷേ എന്നിട്ട് ഡോക്ടർമാർ എന്തെങ്കിലും അവന് റിക്കവർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അവന് മന്ദബുദ്ധിയായി തീരും, അല്ലെങ്കിൽ കേൾവി ശക്തി, കാഴ്ചശക്തിയോ ഒക്കെ നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഒരു വശം തളർന്നു പോകും. അങ്ങനെയൊക്കെയുള്ള അവന് ഫിറ്റ്സ് വരുമ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവം അത്ഭുതവാനാണ്. എല്ലാ ദൈവമക്കളുടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ആരുമില്ല. പ്രാർത്ഥന ദൈവം കേട്ടു, അവനെ ദൈവം വിടുവിച്ചു. യാതൊരു വിധമായ പാർശ്വഫലങ്ങളും ഇല്ലാതെ ദൈവം പൈതലിനെ ഞങ്ങൾക്ക് ദാനമായി തന്നു. അവനാണിന്ന് BDS പഠിക്കുന്നത്, 3rd year പഠിക്കുന്നു, കീബോർഡിസ്റ്റാണ്. ദൈവസന്നിധിയിൽ അവനായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ഞാൻ എൻ്റെ അനുഭവം പറയുന്നത്, ഞാൻ കിടപ്പിലായി 2013 ആയപ്പോൾ ഞാൻ കിടപ്പിലായി പോയൊരു വ്യക്തിയായിരുന്നു. ഞാൻ വാഹനം ഓടിച്ച് ഓഫീസിൽ പോകുന്ന വ്യക്തിയായിരുന്നു. കാറും 2 വീലറും ഒക്കെ ഓടിക്കുമായിരുന്നു. എൻ്റെ ജോയിൻസിനെല്ലാം പെയിൻ വന്നിട്ട് അത് ഓട്ടോ ഇമ്മ്യൂൺ വഴി 3 ടൈപ്പ് ആർത്രൈറ്റിസ് ഓവർലാപ്പ് ചെയ്ത് ഞാൻ കിടപ്പിലായി പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നെ കാണുന്നവരെല്ലാം ഇത് എഴുന്നേറ്റ് നടക്കുകയില്ല എന്ന് പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ അത്ഭുതമായ കരം എന്നെ വിടുവിച്ചു. അനേകം പേരുടെ പ്രാർത്ഥനയിൽ ദൈവം വിടുവിച്ചു. വീണ്ടും ഞാൻ ഒരു 3 വർഷത്തിന് ശേഷം വാഹനമൊക്കെ ഓടിക്കുവാനും സിദ്ധത്തോടെന്ന് പറയുന്ന സ്ഥലത്തൊക്കെ പോയി ജോലി ചെയ്യാനൊക്കെ ദൈവം ഇടയാക്കി. ഒറ്റയ്ക്ക് താമസിക്കും, ഒരാളുടെ സഹായമില്ലാതെ ബെഡിൽ നിന്ന് പോലെ എഴുന്നേക്കാൻ പറ്റത്തില്ല. എന്നെ പിടിക്കുമ്പോൾ തന്നെ ദേഹം മൊത്തം വേദനയായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യമായിരുന്നു. എന്നാൽ ദൈവം അത് നല്ല അത്ഭുതകരമായിട്ട് വിടുവിച്ചു. ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ഇന്നും ശാരീരികമായ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, വിഷമങ്ങളും വേദനകളും ഒക്കെ ഉണ്ട്. എന്നാലും കർത്താവ് അത്ഭുതകരമായി നടത്തുന്നു. എൻ്റെ റിട്ടയർമെൻറ്റ് എടുക്കാതെ ഞാൻ വോളണ്ടറി വാങ്ങിക്കുമെന്നെല്ലാം വിചാരിച്ചിരുന്ന സാഹചര്യമായിരുന്നു. എന്നെല്ലാം ദൈവം വിടുവിച്ചു. നല്ലൊരു റിട്ടയർമെൻറ്റ് ലൈഫ് ദൈവം തന്നിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. അതുപോലെ ഇളയ മോനെ ഇടയ്ക്ക് വീണ്ടും ഒരു ബുദ്ധിമുട്ടുണ്ടായി. അവനെ ഒരു ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനൊക്കെ അവൻ പോകേണ്ടി വന്നു. അതുകൊണ്ട് അവന് 2 വർഷം അവൻ്റെ BDS പഠനം ലാഗായിപ്പോയി. പക്ഷെ അതിൽ നിന്ന് ദൈവം അവനെ വിടുവിച്ചു. അവനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ്. ഹസ്ബൻഡിന് ഇടയ്ക്ക് സ്ട്രോക്കിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു 2020. എന്നാൽ ചെറിയ സംസാരത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനൊക്കെ ദൈവം ഇടയാക്കി. അതിനെല്ലാം വിടുവിച്ചു. അങ്ങനെ വന്നതായിട്ടുള്ള യാതൊരുവിധമായ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ദൈവം നടത്തുന്നു. ഇനിയും ദൈവം എന്താണോ ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ രീതിയിലായി തീരുവാൻ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു ചോദ്യം ചോദിച്ചോളട്ടെ? ദൈവത്തിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ പടിപടിയായി ലഭിച്ചിട്ടുണ്ട്. അത് മറ്റുള്ളവരോട് പറയുവാൻ, കർത്താവിന്റെ സാക്ഷിയായിട്ട് പ്രവർത്തിക്കാൻ എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഞങ്ങളുടെ ചർച്ചിൽ തന്നെ ഒരു സ്വമേധ സുവിശേഷ സംഘം ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പൊ ഇല്ല. ഇപ്പൊ പ്രവർത്തനമില്ല. ഇല്ല. ഇപ്പൊ ഞാൻ എന്നെ വ്യക്തിപരമായിട്ട് വിളിക്കുന്ന സഭകളിലെല്ലാം പോയി ഞാൻ വിട്ടിട്ടുള്ള കാര്യം അല്ലാതെ ഈ മിഷണറി സമ്മേളനത്തിന് ഇങ്ങനെ കൊച്ചു കൂട്ടായ്മകളുണ്ട് ഞങ്ങളുടെ സഭയുടെ അല്ല, മിഷണറി സംഘടനകളുടെ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ പോകണ്ട. അല്ലാതെ ഞാൻ വേറൊരു സ്ഥലത്ത് അങ്ങനെ പോയി അതിനുള്ള സാഹചര്യം എനിക്ക് വന്നിട്ടില്ലായിരുന്നു. എല്ലാവർക്കും അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ, വേറെ സഭകളിൽ, നമ്മുടെ സഭയിൽ നിന്ന് വേറെ സഭകളിൽ പോയി. അപ്പൊ അതിനടി ഓരോന്നോരോന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു, പ്രയാസങ്ങൾ വരുന്നു. അപ്പൊ കർത്താവ് നമുക്ക് തരുന്ന സൗഖ്യത്തെക്കുറിച്ചും കർത്താവ് നമുക്ക് പകരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും മറ്റുള്ളവരോട് പറയുമ്പോഴാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കൂടുതൽ പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് ഓർമ്മിക്കാനുള്ളത്. ഓൾറൈറ്റ്. Yes, Shaila Johnny gets 3.5 marks. ഞാൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ 8ാം ക്ലാസ്സിലാണ് പഠിക്കണത്. എന്നാലും ഞാൻ എൻ്റെ സൺഡേ സ്കൂളിൽ 7ാം ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സൺഡേ സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാം വന്നാൽ അതെല്ലാം ചെയ്യുവാനും എനിക്ക് യേശുപ്പച്ചനെ കുറിച്ചും മറ്റുള്ളവരോട് പറയാനൊക്കെ വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ടാലൻറ്റ് ടെസ്റ്റുകളൊക്കെ പങ്കെടുക്കുവാൻ ദൈവം വിജയിക്കാനൊക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. യേശുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും എൻ്റെ കൂട്ടുകാരന്മാരോട് യേശുവിനെ കുറിച്ച് സുവിശേഷം പറയാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്കത് ചെയ്യാൻ പറ്റാൻ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ വേൾഡ് ടു വേൾഡ് ആദ്യമായിട്ട് കാണുന്നത് വിമോചിതർ എന്നൊരു
അതെ, വിമോചനം എന്ന് പറഞ്ഞ പ്രോഗ്രാം നമുക്കുണ്ട്. പ്രോഗ്രാമിലൂടെയാണ് ഞാൻ കാണുന്നത്. എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു, ഞാൻ അത് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ അറിയുന്നത്. സത്യം പറഞ്ഞാൽ ഇന്നലെയാണ് എനിക്ക് ഇവിടെ പങ്കെടുക്കുവാനുള്ള കുറിച്ചുള്ള കാര്യം അറിയാൻ പറ്റിയത്. എന്നാലും ഇവിടെ കടന്നു വരുവാൻ വലിയവനായ ദൈവം സഹായിച്ചതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ചെറിയ ചെറിയ അനുഭവങ്ങളേ ഉള്ളൂ. എൻ്റെ കൊച്ചിയിലെ എനിക്ക് 2 തവണ കൊറോണ വന്നിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും എനിക്കൊരു പ്രശ്നം വരാതെ എൻ്റെ ദൈവം കാത്തുപരിപാലിച്ചു. യഹോവ എന്നെ നല്ല ഇടയനായ ദൈവം എന്നെ ആ വിഷമകരമായ സമയത്തും എന്നെ നടത്തി. അതുപോലെ തന്നെ കൊച്ചിയിലെ നല്ല ആഗ്രഹമായിരുന്നു കീബോർഡ് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ കീബോർഡ് വാങ്ങാൻ ഞാൻ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ദൈവം എനിക്കത് തന്നു. ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു, നമ്മൾ എന്തെങ്കിലും വിഷമം വരുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ആ വിഷമഘട്ടങ്ങളിലെല്ലാം ദൈവം നമ്മളെ സഹായിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വപ്പെടുവാനുള്ളതാണെങ്കിൽ ദൈവം തരുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പപ്പായും മമ്മിയൊക്കെ എന്ത് ചെയ്യുന്നു? എൻ്റെ അമ്മ നേരത്തെ നേഴ്സായിരുന്നു, ഇപ്പോൾ ഹൗസ് വൈഫാണ്. പപ്പ ശ്രീകാര്യത്ത് കർഷക കോളേജിലെ കർഷകനാണ്. 2 സഹോദരന്മാരുണ്ട്. ആശർ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, നോഹ LKG. എനിക്ക് പ്രൊഫസർ ആവാനാണ് ഇഷ്ടം. പ്രൊഫസർ എന്തോന്നില്ല പ്രൊഫസറാണ്? ഹിസ്റ്ററി പ്രൊഫസറാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രൊഫസറായുള്ള ആഗ്രഹം വൈ? മലയാളം മീഡിയത്തിലാണോ പഠിക്കുന്നത്? ഇംഗ്ലീഷ് മീഡിയം ആണോ? ഇംഗ്ലീഷ് മീഡിയം. മലയാളം അറിയാം, പക്ഷേ അറിയാം, തറവായിട്ട് വായിക്കും. ഓക്കെ. അപ്പോൾ വാട്ട് എക്സാക്ട്ലി എന്താണ് ഇതിന്റെ കാരണം? ഹിസ്റ്ററി പ്രൊഫസർ ആകണമെന്നുള്ള? എനിക്ക് ചരിത്രം ഇഷ്ടമാണ്, അതുപോലെ ചരിത്രം ഇഷ്ടമാണ്. രാജാക്കന്മാരെയൊക്കെ കുറിച്ച് പഠിക്കാൻ. അപ്പൊ നമ്മുടെ ബൈബിളിനകത്ത് ഒരുപാട് രാജാക്കന്മാരുണ്ടല്ലോ, അവരെ കുറിച്ചൊക്കെ വായിക്കാറുണ്ടോ? വായിക്കാറുണ്ട്. ഉണ്ട്. ബൈബിൾ ദിവസവും വായിക്കുമോ അതോ വല്ലപ്പോഴും ഒരിക്കൽ? എങ്ങനെയാണ് ബൈബിൾ പാരായണം? ബൈബിൾ വായിക്കും, ദിവസവും വായിക്കും. എങ്ങനെ, എത്ര വാക്യം വീതം വായിക്കും? ഒരു അധ്യായം വായിക്കോ, 10 വാക്യം വായിക്കോ? പല രീതിയിലാണ് ബൈബിൾ വായന. ഞാൻ ബൈബിള് വായിച്ചിട്ടുണ്ട്, മുഴുവനും വായിച്ചിട്ടുണ്ട്. ചിലരെന്ന് പറഞ്ഞാൽ ബൈബിൾ വായിക്കും, ദിവസവും വായിക്കും, പക്ഷെ ഒരു 23 സങ്കീർത്തനം മാത്രമേ വായിക്കും. അപ്പൊ അങ്ങനെയല്ല, അപ്പൊ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും. പ്രാർത്ഥിക്കുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. സോ അനേക ഫ്രണ്ട്സിനോടൊക്കെ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലേ? യേശുവിനെ കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ പരസ്യയോഗങ്ങളിൽ നമ്മുടെ വീട്ടിന്റെ അടുത്ത് ഒരു പാസ്റ്റർ എനിക്കൊരു അവസരം തന്നു. അങ്ങനെ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു, സാക്ഷ്യം പറയുന്നു. പക്ഷെ നിർത്തരുത്, കണ്ടിന്യൂ കേട്ടോ. അപ്പൊ യേശുവിന്റെ ഹിസ്റ്ററി നമുക്ക് പഠിപ്പിക്കാം. അപ്പൊ നമ്മള് യേശുവിന്റെ ഒരു പ്രൊഫസറാകാൻ സാധിക്കും. All right, okay. He gets 4 marks. May Holy Spirit be on everyone. എൻ്റെ പേര് ബിൽഹ, ഞാൻ പറഞ്ഞു. എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പ, എൻ്റെ ഗ്രാൻഡ് മദർ, അമ്മ, അനിയത്തി, പിന്നെ ഞാൻ. ഇതാണ് എൻ്റെ ഫാമിലി. എന്നെ ഏറ്റവും കൂടുതൽ സൺഡേ സ്കൂളായാലും എന്നെ ബൈബിളോട് കൂടുതൽ അടുക്കാൻ സഹായിച്ചതിൻ്റെ അമ്മച്ചിയാണ്. ഞാൻ അമ്മഞ്ഞമ്മഞ്ഞി എന്നാണ് വിളിക്കുന്നത്. കാരണം ചെറുതിലെ നാക്ക് വളയാതിരുന്ന സമയത്ത് അങ്ങനെ വിളിച്ച് ശീലിച്ചാണ്. അപ്പം എനിക്ക് ഏറ്റവും അടുത്തുള്ള ആൾ എൻ്റെ അമ്മച്ചിയാണ്. അമ്മച്ചി എനിക്ക് എപ്പോഴും ഫോണിൽ വിളിക്കുമ്പോഴും, ഞങ്ങൾ ദൂരെയാണ് താമസിക്കുന്നത്, അപ്പം വിളിക്കുമ്പോഴും എപ്പോഴും എനിക്ക് കഥയും ചെറുതിലെ തൊട്ടേ യേശുവിനെ കുറിച്ച് പറഞ്ഞു തന്നെ എൻ്റെ അമ്മച്ചിയാണ്. അമ്മച്ചിയുടെ ലൈഫിൽ കുറേ സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയാം അതൊക്കെ, പക്ഷെ ഞാൻ പ്രകടിപ്പിക്കുന്ന കുറവാണ്. പിന്നെ അമ്മ, പപ്പ നേവിയിലായിരുന്നു. അപ്പം വി യൂസ് ടു ട്രാവൽ എ ലോട്ട്. കുറേ ട്രാൻസ്ഫേഴ്സ് ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് പള്ളിയിൽ പോകാനൊന്നും അധികം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നോർത്ത് സൈഡിലും കർണാടക അങ്ങനെയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം പള്ളിയിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. പക്ഷേ എന്നാലും അമ്മയും പപ്പയും എങ്ങനെയെങ്കിലുമൊക്കെ ചർച്ച് കണ്ടുപിടിച്ച് ഞങ്ങളെ കൊണ്ടുപോകായിരുന്നു. പിന്നെ എനിക്ക് പുറത്തായിരുന്നു കൊണ്ട് മലയാളം അത്ര സംസാരിക്കാൻ അറിയില്ലായിരുന്നു. എന്നെ നിർബന്ധിച്ച് വായിക്കും. ബൈബിൾ മലയാളത്തിൽ വായിക്കും. വെരി ഗുഡ്. ഓക്കേ. എന്നെ കാത്തലിക് ചർച്ച് മലങ്കര കാത്തലിക്. വെരി ഗുഡ്, വെരി ഗുഡ്. എന്നെ അവിടുന്ന് കുറേ പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, എൻ്റെ അമ്മ എക്സ്പെഷ്യലി. അമ്മ ഞങ്ങൾക്ക് മലയാളം സംസാരിക്കണം, മലയാളം മാതൃഭാഷ പഠിക്കണം എന്ന് എന്നെ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിച്ചത് കൊണ്ടാണ് എനിക്കിപ്പോൾ മലയാളം പറയാനും വായിക്കാനും. പിന്നെ ഞാനിപ്പോൾ സെന്റ് തെരേസസ് കോളേജിലാണ് പഠിക്കുന്നത്. ഞാൻ 12th പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും പാടുള്ള സബ്ജക്റ്റ് മാത്സും ഫിസിക്സും ആയിരുന്നു.
ഐ മീൻ ഫിസിക്സ് ആണ് ഏറ്റവും കൂടുതൽ പാടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് പാസ്സാവുമെന്ന് പോലും അറിയത്തില്ല എന്നിരുന്ന സമയത്ത് എന്നെ യേശോപ്പച്ചൻ എനിക്ക് അത് പാസ്സായി എന്നെ നല്ലൊരു കോളേജിൽ എത്തിച്ചു. Very good. അതിന് ഗോഡിന് ഞാൻ നന്ദി പറയുന്നു. There's a lot of opportunity for you to work in St. Teresa's College I know. because all are not spiritual there. Am I right? ബട്ട് എനിക്കറിയാം ഞാൻ ആ വഴിയൊന്നും പോയില്ല എന്ന് എനിക്ക് നല്ല വഴിയിൽ ഉറപ്പുണ്ട്. പോകുന്നതല്ല, യേശുവിനെ കുറിച്ച് അവിടെ പറയാൻ ഒരുപാട് സാധ്യതയുണ്ട്. അതെ, അതെ. ഇറ്റ്സ് വെരി ഫാസ്റ്റ് ഫോർവേഡ് ആണ് St. Teresa's College. Am I right? Yes, of I know course. it. Yeah. Tell me. Yeah. So you got a lot of opportunity to speak about Jesus to them. എനിക്ക് എൻ്റെ ഹോബീസ് എന്ന് പറഞ്ഞാൽ ഞാൻ പാട്ട് പാടും, അത്യാവശ്യം ഡാൻസ് എനിക്ക് നല്ലോണം കളിക്കാം. ക്രിസ്ത്യ പാട്ടാണോ അതോ ജനറൽ? എല്ലാം കൂടുതലും ക്രിസ്ത്യൻ. ക്രിസ്ത്യ പാട്ടാണോ? Can you just sing 4 lines for our viewers? ഏത് പാട്ടാണ് നമുക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാം? നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. I'll give an opportunity in my next album. I have written 390 songs in Malayalam and there are 39 albums in my name. So we are recording it in Ernakulam. So next time, maybe I don't know after how many months the Lord is going to give me the opportunity. So I'll get your name and address and definitely, Mr. Louis, please remember her and we'll give her an opportunity. There are so many similarities, you see. I was born and brought up in Malaysia. My parents also were very determined to teach me Malayalam. അപ്പോൾ അങ്ങനെ എന്നെ മലയാളം പഠിപ്പിച്ചാണ് ഇപ്പോൾ അല്പമൊക്കെ മലയാളം മനസ്സിലാക്കാൻ കഴിയുന്നത്. All right? So that was very good. Thank you. Do more for, you had a wonderful opportunity to work in St. Teresa's College to say that Jesus is your Savior. Maybe God has placed you there for that. Okay? And keep on singing, praising God. Right? Yes, she gets 4.5 marks. ഒരു ടെസ്റ്റിമണി റൗണ്ടിൽ സാക്ഷ്യം പറയുകയാണെങ്കിൽ ഈ 5 മിനിറ്റ് പോരാ എന്നുള്ളതാണ്. 1 മിനിറ്റ് എടുത്തോളൂ, 6 മിനിറ്റ് ആക്കൂ. എന്നിരുന്നാലും ദൈവവുമായിട്ടുള്ള എൻകൗണ്ടർ എൻ്റെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കുന്ന 1-2 ഇൻസിഡൻറ്റ് മാത്രം പറഞ്ഞ് എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കാം. 2014 എൻ്റെ ജീവിതത്തിൽ ഒരു കേസ് കേരളത്തിൽ കോട്ടയത്ത് ഉണ്ടാകുകയുണ്ടായി. കേസിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടായിരുന്ന 1,64,000 എന്ന് പറയുന്ന എമൗണ്ടിന് പകരം അദ്ദേഹം ഞാൻ ഡെപ്പോസിറ്റിനായിട്ട് കൊടുത്തിരുന്ന ചെക്ക് 15,85,000 എന്ന് പൂരിപ്പിച്ച് കോട്ടയത്ത് കേസ് കൊടുക്കുകയായിരുന്നു. 2014 മുതൽ 18 വരെയായിരുന്നു ആ കേസിൻ്റെ ടെന്യൂർ. ഈ 2014 കേസ് ഞാൻ ബാംഗ്ലൂരിൽ ബേസ്ഡ് ആണ്. കോട്ടയത്തേക്ക് എത്തുമ്പോൾ എൻ്റെ കേസിൻ്റെ വക്കാലത്ത് ഏറ്റെടുക്കാനായിട്ട് ആരും തയ്യാറല്ലായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ ഒരു FIR ബാംഗ്ലൂരിൽ ഞാൻ ഫയൽ ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ കേസിനൊരു റിലവൻസ് ഉള്ളൂ. ആ സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ട ബ്രദർ മാത്യൂസ് വർഗീസുമായിട്ട് ഞാൻ സംസാരിക്കുകയും അദ്ദേഹം എന്നോട് പറഞ്ഞ സെൻറ്റൻസ് ഇങ്ങനെയാണ്: നീ ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിൻ്റെ കയ്യിൽ വക്കാലത്ത് കൊടുത്തിട്ട് പോര്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ദൈവമാണ്. ആ വാക്കനുസരിച്ച് ഏറ്റുമാനൂരുള്ള ഒരു ഷാജി എന്ന് പറയുന്ന അഡ്വക്കേറ്റിൻ്റെ കയ്യിലേക്ക് ഞങ്ങൾ കാറിൽ വെച്ച് വക്കാലത്ത് സൈൻ ചെയ്യുന്നു. എൻ്റെ മകൾ നീതും കൂടെ ഉണ്ടായിരുന്നു. കേസ് പറയുകയാണ്. ആ കേസിൻ്റെ കാലങ്ങളിലൊക്കെ തീർച്ചയായും ഞാനൊരു ഒറ്റപ്പെടലിൻ്റെയും നിരാശയുടെയും അനുഭവമായിരുന്നു. എന്നാൽ ഇതിൻ്റെ ഓൺ ദ കോഴ്സ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എൻ്റെ
ഈ കേസ് കൊടുത്ത ആളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസിഡൻസ് ആണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ബിസിനസ്മാൻ, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ സാരമായ തകർച്ചകൾ, അദ്ദേഹത്തിന് ലിവർ സെറോസിസ്, അദ്ദേഹത്തിൻ്റെ വൈഫ് ഡൈവേഴ്സായി പോകുന്നു, അമ്മയ്ക്ക് സുഖമില്ല. ഇങ്ങനെ ഒരു സീരീസ് ഓഫ് ഇൻസിഡൻസ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും അതിനുശേഷം എൻ്റെ കേസിൻ്റെ ആ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ എനിക്ക് ലഭിച്ച ജഡ്ജ് ഒരു വിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യത്തിന് മുന്നിൽ ദൈവം എൻ്റെ നാവിൽ പറഞ്ഞതായിരിക്കണമെന്ന് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ബാംഗ്ലൂരിൽ എനിക്ക് എതിരെ ഒരു കേസുമില്ല. ഈ കേസ് ഫാബ്രിക്കേറ്റഡ് ആണ്. ഞാൻ കൊടുക്കാനുള്ളത് 1,64,000 രൂപ മാത്രമാണ് എന്ന് പറയാനിടയായി. എന്തോ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി. ഇതുവരെയും ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ചെക്ക് ബൗൺസ് കേസ് അങ്ങനെ പ്രതിക്കെതിരെ വിധിച്ചതായിട്ട് എനിക്ക് അറിയില്ല. 2018 മാർച്ചിൽ ആ കേസ് വിധിയായി. ഈ സമയങ്ങളിലൊക്കെ ഞാൻ വേർഡ് ടു വേൾഡ് മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഉപവാസങ്ങളിൽ സംബന്ധിക്കുകയും പ്രാർത്ഥനകളിൽ സംബന്ധിക്കുകയും ബ്രദർ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തളർന്നു പോകാമായിരുന്നു, വീണു പോകാമായിരുന്നു. ആ സാഹചര്യത്തിലൊക്കെയും പ്രിയപ്പെട്ട ബ്രദറിൻ്റെ പ്രാർത്ഥന എനിക്ക് താങ്ങായിരുന്നു, തണലായിരുന്നു. അങ്ങനെ ഈ കേസിൻ്റെ ജഡ്ജ്മെന്റ് വരുമ്പോൾ ദൈവത്തിന് മഹത്വം ഇപ്പോഴും ഞാൻ കരയറ്റുന്നു. ദൈവത്തിന് എല്ലാ സ്തുതിയും കരയറ്റുന്നു. എനിക്ക് അനുകൂലമായിട്ട് ആ കേസ് വിധിക്കുകയാണ്. അതായത് ഞാൻ കൊടുത്ത 1,64,000 രൂപ മാത്രം കൊടുത്താൽ മതി, അതിനോടൊപ്പം തന്നെ ബാങ്ക് ഇൻട്രസ്റ്റും കൂടെ മാത്രം. എൻ്റെ ദൈവത്തിന് മഹത്വം, എൻ്റെ ദൈവത്തിന് എല്ലാ സ്തുതിയും. അല്ലെങ്കിൽ ഈ 15,85,000 രൂപ കൊടുക്കാനുള്ള ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് ആ കേസ് എനിക്ക് അനുകൂലമായി വിധിച്ചു. ഒരു ഇൻസിഡൻറ്റൂടെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. 2018 ഓഗസ്റ്റ് 18 ആണ് എൻ്റെ ജീവിതത്തിൽ അതുപോലെ തന്നെ ദൈവമായിട്ടുള്ള ഒരു വലിയ എൻകൗണ്ടറിൻ്റെ ദിവസമാണ്. ഞാൻ ഈ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ 2014 ബ്രദർ വീണ്ടും ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷയിൽ ആയിരുന്നപ്പോൾ ഞാൻ വീണ്ടും പങ്കാളിയാകുകയും അദ്ദേഹത്തോട് എൻ്റെ ഭാരങ്ങളൊക്കെ പറയുകയും ചെയ്ത ആ സാഹചര്യങ്ങളിൽ നിരന്തരമായ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ജീവിതത്തിലുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് ഞാൻ ബാങ്കിൽ നിന്ന് എൻ്റെ ബിസിനസ്സിന് വേണ്ടി ഞാനൊരു ലോൺ എടുത്തു. ഇറ്റ്സ് നോട്ട് എ സ്മോൾ എമൗണ്ട്, ഇറ്റ് ഈസ് 30 lakhs. പെട്ടെന്ന് ഈ പാർട്ട്ണർഷിപ്പ് പ്രയാസങ്ങളിലൂടെ പോവുകയും ഈ 30 ലക്ഷം എനിക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് പോലും കെട്ടാൻ വയ്യാത്തൊരു സാഹചര്യം വന്നു. ഈ കോട്ടയത്തെ കേസ് കാരണം എൻ്റെ പ്രോപ്പർട്ടി ടാക്സ് റിന്യൂവൽ എനിക്ക് നടത്താൻ പറ്റിയില്ല, അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നത് കൊണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ജപ്തിയുടെ നിലയിലേക്ക് നീങ്ങുകയാണ്. ഈ ഓഗസ്റ്റ് മാസം 18-ാം തീയതി രാവിലെ വൈകുന്നേരം 5 മണി വരെയാണ് എനിക്ക് സമയം. അല്ല എങ്കിൽ എൻ്റെ നാട്ടിലത്തെ പ്രോപ്പർട്ടിയുടെ മുന്നിലും ഞാൻ താമസിക്കുന്ന ബാംഗ്ലൂരിലെ വീടിൻ്റെ മുന്നിലും എൻ്റെ കടയ്ക്ക് മുന്നിലും അവർ ഫ്ലെക്സ് നോട്ടീസും വെക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് 2018 ഓഗസ്റ്റ് 18 രാവിലെ ഞാൻ എൻ്റെ കൈയെല്ലാം ഹാൻഡിലിൽ നിന്ന് എടുക്കുന്ന പോലെ എടുത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെന്ന് ഇതിനു മുമ്പ് ഒരു 3-4 days ബാക്ക്. അപ്പോൾ പെട്ടെന്ന് പ്രിയപ്പെട്ട ബ്രദർ എന്നെ വിളിക്കുന്നു, നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയും എൻ്റെ മകളുടെ ലോൺ സാങ്ഷനായി. അതിൻ്റെ കൂടെ ഒത്തിരി ഇൻഷുറൻസ് ഉണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല, സമയം വളരെ പരിമിതമാണ്. 2018 രാവിലെ ഈ തുക കൊടുക്കാൻ തക്കവണ്ണം എൻ്റെ മകള് ബാംഗ്ലൂരിൽ എത്തുകയും ആ തുക കൊടുക്കുവാനും ബാങ്കിൽ നിന്ന് ഒരു വ്യക്തമായ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പിരിയുവാനും 1 ലക്ഷത്തിൻ്റെ ഇൻട്രസ്റ്റ് വേവ് ചെയ്ത് തരുവാനും ഇടയാക്കി. എൻ്റെ ദൈവത്തിന് എല്ലാ മഹത്വവും കരയിട്ടു. ഈ സാഹചര്യത്തിൽ ഞാൻ പറയുന്നത്, ഇവിടെ മോള് പറഞ്ഞതുപോലെ ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ, അല്ലെങ്കിൽ ആസാവ് പറഞ്ഞതുപോലെ നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ കാണുമെന്ന് പറയുമ്പോൾ എൻ്റെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളല്ല, എൻ്റെ തകർച്ചയുടെ നടുവിൽ നിന്നാണ് തീർച്ചയായും ഞാൻ പ്രിയ ബ്രദർ മാത്യൂസ് ഫറീസുമായിട്ട് ബന്ധപ്പെടുന്നത്. ഉപവാസവും പ്രാർത്ഥനയുമാണ് അദ്ദേഹം എനിക്ക്
തന്ന മരുന്ന്. പക്ഷേ അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഇനീഷ്യേറ്റീവ് എപ്പോഴും ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ തകർച്ചയിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്നെ തള്ളിക്കളയാമായിരുന്നു, എന്നെ ഉപേക്ഷിക്കാമായിരുന്നു. എന്നാൽ എങ്ങനെയും ഈ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളത് അദ്ദേഹം ഒരു വലിയ സബ്ജക്റ്റായിട്ട് എടുത്തുകൊണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളത് എനിക്ക് ഈ തരുണത്തിൽ പറയുന്നതിൽ ഒരു വിഷമവുമില്ല. അങ്ങനെ ഈ 2 ഇൻസിഡൻറ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുകയാണ്. ഇന്നിവിടെ നിൽക്കുന്നതും ദൈവത്തിൻ്റെ സാക്ഷ്യമാണ്. നിരവധി ഇൻസിഡൻസ് ഉണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഈ ദൈവത്തെ രുചിച്ചറിയുവാനും ഈ ദൈവത്തെ തൊട്ടറിയുവാനും ഈ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു. ബ്രദർ മാത്യൂസ് വർഗീസത്തുള്ള കാര്യം അദ്ദേഹം 3-4 പ്രാവശ്യം എടുത്ത് പറഞ്ഞതുകൊണ്ട് എനിക്ക് അതിനോടനുബന്ധിച്ച് 2-3 കാര്യം പറയുവാനുണ്ട്. പ്രിയപ്പെട്ട സണ്ണി എൻ്റെ ഒരു കസിൻ കൂടിയാണ്, മറിച്ച് വെക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇപ്രകാരം വലിയൊരു ബിസിനസ് നടത്തിയിട്ട് ആ ബിസിനസ് തകർച്ച എന്താണെന്നുള്ള വിവരം എനിക്ക് അറിഞ്ഞുകൂടാ. തകർത്തരിപ്പണമാകുന്ന അവസ്ഥയിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ എന്നോട് വിളിച്ചു പറഞ്ഞു, എനിക്ക് കൊച്ചിലെ ഞങ്ങൾക്ക് യാതൊരു പരിചയമില്ല, ഞാൻ വെളിയിലായിരുന്നു, മകൾ ബാംഗ്ലൂരിലായിരുന്നു. അങ്കിൾ എനിക്ക് ഐ വോണ്ട് ടു കം ആൻഡ് സ്റ്റേ വിത്ത് യു ഫോർ എ വീക്ക്. അപ്പോൾ ബില്ലയുടെ ഏജ് ആ സൈസാണ്. അപ്പോൾ ഷീ കേം ആൻഡ് സ്റ്റേഡ് വിത്ത് മീ. എൻ്റെ ട്രിവാൻഡ്രത്ത് വന്ന് പറഞ്ഞു, ഐ എം ഗോയിങ് ത്രൂ എ വെരി ബാഡ് സിറ്റുവേഷൻ, ഡാഡി ഇങ്ങനെയാണ്, ഡാഡി വളരെ കഷ്ടത്തിലാണ്, പക്ഷെ ഇവിടുത്തെ ജോലി കൊണ്ടൊന്നും യാതൊരു മാർഗവുമില്ല. ഐ ഹാവ് ടു ഫൈൻഡ് സം ജോബ് ഔട്ട്സൈഡ്, വിൽ യു പ്ലീസ്? ഞാൻ ഡോണ്ട് വറി, വിൽ സീ. ഞാൻ ദുബായിൽ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഞാൻ പ്രാർത്ഥിച്ച ശേഷം ദുബായിൽ എൻ്റെ ഒരു ഫ്രണ്ട്, നമ്മുടെ ശുശ്രൂഷപ്പെടുന്ന ഒരു സഹോദരി, ഞാൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഒരു കാൻഡിഡേറ്റ് ഉണ്ട്, ഐ വാണ്ട് ടു ഫൈൻഡ് എ ജോബ് ഇമ്മീഡിയറ്റ്ലി and send the visit visa, she will come there and then she has to join, you have to just arrange everything എന്ന് പറഞ്ഞ്, കാരണം ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടുന്ന് രക്ഷിക്കണം, അതായിരുന്നു ഒരു ലക്ഷ്യം. മുന്നോട്ട് പോകാൻ മാർഗമില്ലാത്ത അവസ്ഥയാണ്. ആ കുട്ടി തന്നെ വളരെ തകർന്ന അവസ്ഥയിലാണ് അവൾ വന്നത്. ജീവിക്കാൻ പോലും ഇഷ്ടമില്ലാത്ത, കാരണം തകർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ 2 ആഴ്ചക്കകം പോകുവാനും അവിടെ വിത്ത് ജോബ് ഷീ ജോയിൻസ്. അതെല്ലാം കഴിഞ്ഞ് യഥാസ്ഥാനപ്പെട്ട് ഇങ്ങനെ വരുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി ഒരു ബാങ്ക് പിടിച്ചെടുത്ത് അവരതെല്ലാം പങ്കുവെച്ച് വിൽക്കുവാനുള്ള ആലോചന ഉണ്ടെന്നുള്ളവർ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് 10-30 ലക്ഷം രൂപയുടെ കാര്യം അവർ 30 കൊല്ലം കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അവരത് വിറ്റ് കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെ ഇരട്ടി ലാഭം കിട്ടും, അതിൻ്റെ ഒഫീഷ്യൽസ്. അതുകൊണ്ട് അവരത് ജപ്തി ചെയ്യാനായിട്ടുള്ള തീരുമാനത്തിൽ പ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി. ആ പറഞ്ഞ പർട്ടിക്കുലർ ഡേറ്റിൽ ജപ്തി ചെയ്യും. ജപ്തി ചെയ്യുമ്പോൾ അവർ തന്നെ അത് പിടിച്ച് വല്ലൊരു ഒരാളൊന്ന് വാങ്ങിച്ചു കഴിഞ്ഞ ശേഷം ദേ വിൽ യൂട്ടിലൈസ്, ഭയങ്കര ഭീകരമായ ലാഭം കിട്ടും. അങ്ങനെയാണ് പ്ലാൻ മുൻപോട്ട് പോയത്. ഞാൻ ബാങ്കിനൊന്നും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഉറപ്പായിട്ടും 64 ലക്ഷം രൂപ ഇദ്ദേഹത്തിന് ഒരിക്കലും ഉണ്ടാക്കാൻ കൊടുക്കുകയില്ല, ആരും കൊടുക്കുകയുമില്ല. ഈ സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? രക്ഷിക്കാനായിട്ട് 64 ലക്ഷം രൂപ ഉടനെ എനിക്ക് റേസ് ചെയ്യാനും സാധ്യമല്ല. അപ്പോഴവിടെ വീണ്ടും ഞാൻ ദുബായിൽ വിളിച്ച്, ഈ മകൾക്കൊരു ലോണ് ബാങ്കിൽ നിന്ന് അപ്രൂവ് ചെയ്യണമെങ്കിൽ ഗ്യാരണ്ടി വേണം. വിളിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് 64 ലാക്സിൻ്റെ എക്സ്ചേഞ്ച് വരുന്ന ദറംസ് ലോണായിട്ട് ഈ മകൾക്ക് കൊടുക്കണം. ഐ ആം ഗ്യാരണ്ടിങ്. ഞാൻ ദുബായിലില്ല, ഞാൻ ഇവിടെയാണ്. ഐ വാണ്ട് യു ടു സ്റ്റാൻഡ് ഗ്യാരണ്ടി ഫോർ ഹർ. അപ്പോൾ ഞാൻ തിരിച്ചു കൊടുത്തെന്ന് ചെയ്യും. ഡോണ്ട് വറി അബൌട്ട്, ഐ ആം ഗിവിങ് യു ദ ഗ്യാരണ്ടി. അങ്ങനെ ആ വ്യക്തി, ആ കുടുംബം, ശുശ്രൂഷ വരുന്ന കുടുംബമാണ്, യാതൊരു രേഖയൊന്നുമില്ല, 64 ലാക്സ് ലോൺ എടുത്തിട്ട് ഇവരെല്ലാം പിറ്റേ ദിവസം ഇവിടെ വന്നിട്ട് ഉടൻ തന്നെ ജപ്തി ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുമ്പോൾ ആ ദിവസം രാവിലെ നീതു മകളാണ്, ഷീ ബ്രോട്ട് വിത്ത് ദ ചെക്ക്, ഷീ ബ്രോട്ട് ദ മണി. അവിടെ വന്ന് ഇവർ സ്റ്റണ്ടായിപ്പോയി. എങ്ങനെ ഒരു മനുഷ്യന് 64 ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും? അങ്ങനെ കൊടുത്ത് അത് റെഡീം ചെയ്ത്, ആ വസ്തു റെഡീം ചെയ്യാമെന്നൊക്കെ മുഖാന്തരം ഒരുക്കി നീതി പോയി ആ ലോഡെല്ലാം കൊടുത്തു തീർത്തു. അപ്പോൾ വലിയവനായ ദൈവം അവിടെ പ്രവർത്തിച്ചത് ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ആ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. എങ്ങനെ ദൈവം പ്രവർത്തിക്കും? ദൈവം തീർച്ചയായിട്ടും പ്രവർത്തിക്കും. അപ്പോൾ അതൊരു വലിയ സാക്ഷ്യമാണ്. പല ഇൻസിഡൻസ് അത് കഴിഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെയും സണ്ണിയും എന്നെ പരിചയപ്പെട്ടതുപോലെ ഒരു വിശ്വസ്തത പുലർത്തുന്നു. ഞാൻ കൂടുതലായിട്ടുള്ള ഇടപാടുകളൊന്നുമില്ലെങ്കിലും എപ്പോഴും ഈ ശുശ്രൂഷ ബന്ധത്തിൽ ദൈവത്തെ അറിയുവാനും ഉപവാസ പ്രാർത്ഥന പങ്കെടുക്കുവാനും ഉള്ള ആ വലിയ പ്രക്രിയയിൽ ഒരു ഭാഗമായി തീർന്നു. റിയലി അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം അത് വലിയൊരു അനുഭവമാണ് അനേകാർക്ക്. അതുപോലെ ഒരുപാട് പേര് എൻ്റെ ജീവിതയാത്രയിൽ
പല രീതിയിലുള്ളവരാണ് പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നത്. ഇതിപ്പോൾ ലോൺ, വേറെ എന്തെല്ലാം കാര്യങ്ങൾ. അപ്പോൾ അപ്രകാരമുള്ള സാഹചര്യങ്ങളൊക്കെ ദൈവം നല്ലവനും വല്ലഭനുമാണെന്നുള്ളത് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇന്നും ഈ നിമിഷവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയാണ് വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഈ ഭാഗം, ഒരു ക്വിസ് കോമ്പറ്റീഷൻ എന്നൊക്കെ പറയുന്നത് ദൈവത്തെ അറിയാൻ തക്കവണ്ണം ദൈവവചനത്തിൻ്റെ പ്രചാരണത്തിനും പ്രകടനത്തിനും തക്കവണ്ണം നടത്തുന്ന ഒരു എളിയ ശുശ്രൂഷയാണ്. കാരണം ദൈവവചനം എല്ലാവരിലും എത്തപ്പെടണം, അതിൻ്റെ ഒരു ലക്ഷ്യമാണ്. മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കഷ്ടത്തിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ആകുലത്തിലും വ്യാകുലത്തിരിക്കുന്നവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇറ്റ്സ് എ സൗഖ്യദായക ശുശ്രൂഷയാണ്. പക്ഷേ ഈ ബാക്കിയുള്ള ബൈബിൾ മ്യൂസിയം ആയിരുന്നാലും ബൈബിൾ ആക്ടിവിറ്റീസും ബൈബിൾ ട്രാൻസ്ലേഷൻസും അതെല്ലാം അതിൻ്റെ ഓക്സിലറി മിനിസ്ട്രീസാണ്. ഇപ്പോൾ ബൈബിൾ പരിഭാഷ തന്നെ 26ാമത്തെ ഭാഷ ഇപ്പോൾ പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ സൈഡ് ട്രാക്കാണ്. പക്ഷേ കഷ്ടത്തിലും വേദനയിലും ഇരിക്കുന്നവരെ, ആവശ്യങ്ങളിലും ഭാരങ്ങളിലും ഒക്കെ ഇരിക്കുന്നവരെ സഹായിക്കുക എന്നുള്ളതാണ് എൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. അപ്പോൾ അങ്ങനെയാണത് പ്രവർത്തിച്ചിരിക്കുന്നത്. സണ്ണിക്ക് 4.5 മാർക്സ്. അതോടുകൂടി നമ്മുടെ ടെസ്റ്റിമണി റൗണ്ട് അവസാനിക്കുകയാണ്. ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് ക്രൈസ്തവ ലോകത്തിന് സമ്മാനിക്കുന്ന 31ാമത് ഗാനസമാഹാരം. സർവശക്തൻ സർവാധിപൻ എന്റെ ദൈവം യഹോവ. ഓരോ നാളും എന്നെ നടത്തിയിടുന്നേശു പൊൻകരത്താൽ എന്നെ സൂക്ഷിക്കുന്നു. ഓരോ നാളും എന്നെ നടത്തിയിടുന്നേശു പൊൻകരത്താൽ എന്നെ സൂക്ഷിക്കുന്നു. ആപത്തനർത്ഥ വേളകളിൽ കൺമണി പോലെന്നെ കാത്തിടുന്നു. സർവശക്തൻ സർവാധിപൻ എന്റെ ദൈവം യഹോവ. കൺമണി പോലെ. കോപ്പികൾക്ക് വേർഡ് മെലഡി വേൾഡ്, ദമ്പായം, ട്രിവാൻഡ്രം. ഇപ്പോൾ അടുത്തായിട്ടുള്ള റാപ്പിഡ് റീഡിംഗ് റൗണ്ടാണ്. പെട്ടെന്ന് ഞാൻ പറയുന്ന വേദഭാഗം, ഇവിടെ പറയുന്ന വേദഭാഗം അതിവേഗം എടുക്കുന്നവർക്ക് അവർക്കായിരിക്കും അതിന് പ്രൈസ് ലഭിക്കുന്നത്. So we will announce a Bible portion, you will take it and then read it. Whoever reads it first will get the prize. All right? Close your Bibles. എസ്തർ 3:3. അപ്പോൾ രാജാവിന്റെ വാതിൽക്കൽ ഉണ്ടായിരുന്ന രാജഭൃത്യന്മാർ മൊർദെഖായിയോട്, നീ രാജകൽപ്പന ലംഘിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. Praise the Lord. That's the first reading. Now the second reading. Close your Bibles. ഫിലേമോൻ 12ാം വാക്യം. എൻ്റെ ഹൃദയം തന്നെയായ അവനെ ഞാൻ നിന്റെ അടുത്തേക്ക് മടക്കി അയക്കുന്നു. Exactly the right reading. Shaila Johnny gets 2 marks. And did you mark the thing for Asaf? 2 marks. All right? Right. മൂന്നാമത്തെ വായന യെഹെസ്കേൽ 38:7. ഒരുങ്ങിക്കൊള്ളുവിൻ, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവിൻ, നീ അവർക്ക് മേധാവിയായിരിക്കുക. Exactly the right reading. 2 marks for Shaila Johnny. Now the last reading, അവസാനത്തെ റീഡിംഗ് ആണ് 1 ശമൂവേൽ 26:24. അവർ പുറപ്പെട്ട് സാവൂളിന് മുൻപ് സിഫിലേക്ക് പോയി. The wrong reading. വേറെ ആരെങ്കിലും വായി. അപ്പോൾ ആരും വായിച്ചില്ല. ഒറ്റ പ്രാവശ്യം വായിക്കുള്ളൂ പോലെ കേട്ടോ, ഒറ്റ പ്രാവശ്യമേ പറയുള്ളൂ. ഐ എം സോറി അബൌട്ട് ഇറ്റ്. ഇപ്പം വേറെ ആർക്കും പറയാനില്ല. യു റെഡ് ദ റോങ് പാർട്ട്. -1 mark for the wrong reading. You know what I told you? 1 Samuel 26:24. Okay, so that brings us to the close of our rapid reading round.
So will you please announce the winners? First and second prize would go to the second stage. First prize goes to Shaila Joni. Second prize, Yeah. Asaf. Second prize goes to Asaf. Very good. Congratulations. All right. So the first prize goes to Shaila Johnny. Please come. It's the second prize. And this Bible is a special prize for you. Be very helpful in all your quiz competitions and everything. All right? God bless you. Yes. This is your consolation prize. And this is a special prize for you. Help you, right? To speak up with the St. Teresa College. Yes. Thank you. Sunny, please come. Thank you very much. God bless you. നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഈ എപ്പിസോഡിൽ നിങ്ങൾ പങ്കെടുത്ത് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം നിങ്ങളെ ഇടയാക്കിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അനുഭവം മറ്റനേകർക്ക് പങ്കിട്ടുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ ലെറ്റ് ദിസ് ബി ആൻ എൻകറേജിംഗ് ഫോർ യു, റൈറ്റ്? സോ ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് യു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.